ചൂടേറിയ വാദപ്രതിവാദത്തിനൊടുവിൽ ജഡ്ജി 3 കൊല്ലത്തെ ആ ദമ്പതിമാരുടെ ജീവിതത്തിൽ ഡിവോഴ്സ് അനുവദിച്ചു. പ്രണയിച്ച് വിവാഹിതരായ ആ ദമ്പതിമാരുടെ ഇടയിലേക്ക് അപ്രതീക്ഷിതമായി മറ്റൊരുവൻ കടന്നു വരികയായിരുന്നു. ഇപ്പോഴത്തെ ജീവിതം മടുത്തു എന്നും ഇത് വേർപെടുത്തിയിട്ട് വേണം പുതിയ കാമുകന്റെ കൂടെ സന്തോഷകരമായി ജീവിക്കാനെന്നും പൊന്നുപോലെ നോക്കാമെന്ന് അയാൾ വാക്ക് കൊടുത്തിട്ടുണ്ടെന്നും ആ സ്ത്രീ കോടതി മുറിയിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. 3 കൊല്ലത്തെ ദാമ്പത്യത്തിൽ കുട്ടികൾ ഇല്ലാതിരുന്നതുകൊണ്ട് കുട്ടികളോടുള്ള ക്രൂരത ഇവിടെ വിഷയം ആകുന്നില്ലാത്തതിനാൽ ജഡ്ജ് പെട്ടെന്ന് തന്നെ വേർപിരിയൽ അനുവദിക്കുകയായിരുന്നു. അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജി അയാളോട് ചോദിച്ചപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു. 3 വർഷത്തെ ചെറിയ ജീവിതത്തിൽ എനിക്ക് പ്രണയാതുരമായ ഒരുപാട് അനുഭവങ്ങൾ അവൾ സമ്മാനിച്ചു. നിർഭാഗ്യവശാൽ അവൾക്ക് വേറൊരാളിൽ പ്രണയം തോന്നി. അവളുടെ സന്തോഷം എനിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് സന്തോഷകരമായ അവരുടെ ജീവിതത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ഇതിന് മറുപടി എന്നോണം ആ സ്ത്രീ വീണ്ടും അയാളുടെ മുകളിൽ ശാപവാക്കുകൾ ചൊരിയുകയായിരുന്നു. അതിനുശേഷം കാമുകനൊപ്പം പോകുന്ന ആ സ്ത്രീയുടെ നാടകീയ രംഗങ്ങളെല്ലാം നിർവികാരതയോടെ നോക്കി നിൽക്കാനേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. മാസങ്ങളും വർഷങ്ങളും വീണ്ടും കടന്നുപോയി. ഇപ്പോഴും രംഗം ആ പഴയ കോടതി മുറി തന്നെ. കാമുകന്റെ ഭാര്യയെയും കുട്ടിയെയും കൊലപാതകത്തിന് ശ്രമിച്ച ഒരു സ്ത്രീ വിചാരണ നേരിടുന്നു. വർഷങ്ങൾക്ക് മുമ്പേ വിവാഹമോചനം നേടിയ ആ സ്ത്രീ തന്നെയായിരുന്നു ഈ രംഗത്തിലും. അവരുടെ കാമുകൻ പഴയ കാമുകനായിരുന്നില്ല. പുതിയ ഒരാളെ സ്വന്തമാക്കാനായി ആ സ്ത്രീ അയാളുടെ ബന്ധങ്ങളെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് വിവാഹമോചനം നേടിയ ആ മനുഷ്യൻ ഇന്ന് കോടതി മുറിയിൽ ജഡ്ജിയായി എത്തിയിരിക്കുന്നു. ആ സ്ത്രീ ഒരു ഇരയായി വീണ്ടും എത്തിയിരിക്കുന്നു. രണ്ടുപേരുടെയും മനോഭാവങ്ങൾ ഇപ്പോൾ ഒന്ന് വിലയിരുത്തുക. പോസിറ്റീവ് മനോഭാവം ഉണ്ടായിരുന്ന അയാളുടെ ജീവിതം നല്ല നിലയിലായി. എന്നാൽ പിന്തിരിപ്പൻ നെഗറ്റീവ് മനോഭാവം പുലർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആ സ്ത്രീ ഇപ്പോഴും ഒരു പുതിയ ഇരയായി തുടരുന്നു.